Good afternoon, all. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Prayer പറഞ്ഞോട്ടോ. മിസ് ഞാനാണ് മിസ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോഹരമായി സ്വർഗീയമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോഹരമായി സ്വർഗീയമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ മിസ്. നന്നായിരുന്നു ജയശ്രീ. താങ്ക് യു മിസ്. പറഞ്ഞോടാ. ചെറിയൊരു സ്പീച്ച് ആണ് പറയാൻ പോന്നെ. ഓക്കെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പറയാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. വിദ്യാഭ്യാസം മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. അത് മനുഷ്യനെ അറിവ് സമ്പാദിക്കാനും ലോകത്തെ മനസ്സിലാക്കാനും ചിന്താശേഷിയും വിവേചനശേഷിയും വികസിപ്പിക്കാനും സഹായിക്കുന്നു. ഒരു വ്യക്തിയുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം നിർണായകമാണ്. നല്ല വിദ്യാഭ്യാസം വ്യക്തിയെ ആത്മവിശ്വാസമുള്ള, ഉത്തരവാദിത്വമുള്ള, സാമൂഹിക ബോധമുള്ള പൗരനാക്കുന്നു. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിനും വഴിയൊരുക്കുന്നു. അത് ദാരിദ്ര്യം കുറയ്ക്കാനും സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കാനും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പുതുമകൾ സൃഷ്ടിക്കാനും പ്രേരണയായി പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസമുള്ള ജനതയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ അതിലൂടെ വ്യക്തി സ്വന്തം ജീവിത ലക്ഷ്യം കണ്ടെത്തുകയും സമൂഹത്തിന് പോസിറ്റീവ് സംഭാവന നൽകാനും കഴിയും. ആകെ നോക്കുമ്പോൾ വിദ്യാഭ്യാസം വെറും അറിവ് നേടാനുള്ള മാർഗമല്ല, മറിച്ച് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശക്തിയാണ്. അത് മനുഷ്യനെ ബോധമുള്ളവനാക്കുകയും ലോകത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള ശേഷി പകരുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. Thought of the day പറഞ്ഞോട്ടാ. Thought of the day. Your mind is a powerful thing. When you fill it with positive thoughts, your life will start to change. ഗൗതം ബുദ്ധ. നിന്റെ മനസ്സ് അതിവിശാലമായ ശക്തിയുള്ള ഒന്നാണ്. അതിൽ നന്മയുള്ള ചിന്തകൾ നിറച്ചാൽ നിന്റെ ജീവിതം മാറിത്തുടങ്ങും. താങ്ക് യു. ഓക്കെ. സോ വെൽക്കം ഓൾ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? മെന്റൽ റിട്ടാർഡഡ് ചിൽഡ്രൻ ആയിരുന്നു സർ. മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ കംപ്ലീറ്റ് ആയോ? അത് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി മാം. ഓക്കെ ഹസ്ന, കംപ്ലീറ്റ് ആയി. അതിന് മോക്ക് ടെസ്റ്റ് MC മോക്ക് ടെസ്റ്റ് വന്നാടാ? ഇല്ലല്ലോ മിസ്സേ. ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അല്ലേ? ഇല്ല മാം, മെന്റൽ റിട്ടാർഡഡ് ചെറിയ ടോപ്പിക് ആണ് എടുക്കാനുള്ളത്. ഇനിയും എടുക്കാനുണ്ടോ? അത് കംപ്ലീറ്റ് ആയി. ഇനി അവിടെ മുതൽ എടുക്കണോ അല്ലെ? ഓക്കെ, സെറ്റ്, മനസ്സിലായി. മെന്റലി റിട്ടേൺ ചിൽഡ്രനെ കുറിച്ച് പറഞ്ഞല്ലേ, മോണ്ടിസോറി മെത്തേഡ് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആണ് അതിൽ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിൽ.
മരിയ മോണ്ടിസോറി. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ആദ്യം എന്തോ ചെയ്ത് നോക്കിയിട്ട് എന്താ പറയാ അപ്ലൈ ചെയ്തത് ഇതേപോലെ മെന്റലി ഫെഡബിൾ ആയിട്ടുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളിലായിരുന്നു. അപ്പൊ ആ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടപ്പോ അങ്ങനെയാണ് ഈ മെത്തേഡ് എന്ത് ചെയ്തത് നമ്മുടെ നോർമൽ കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ അത് നോർമൽ കുട്ടികളിൽ എന്തോരം മാറ്റം വരും എന്ന് വിചാരിച്ചത് അപ്ലൈ ചെയ്തത്. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞോ നിങ്ങളോട്? ഓക്കെ. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മെന്റലി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും സാധാരണ നോർമൽ കുട്ടികൾക്ക് കിട്ടുന്ന പോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം. പഠിക്കാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിരിക്കണം. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സാധാരണ കുട്ടികളെ പോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആവണം. നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻ may differ in their sequential age. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അവരുടെ ഏജ് ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ 20 വയസ്സൊക്കെ വരെയുള്ള കുട്ടികൾ ഉണ്ടാവും. പക്ഷെ അവരുടെ മനസ്സ് ചെറിയ കുട്ടിയുടെ പോലെ ആയിരിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അതേ മനസ്സായിരിക്കും ഈ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഉള്ളത്. Some of them are older than others. അതിൽ കൂടുതൽ ചില കുട്ടികൾ മുതിർന്നവരായിരിക്കും, ചില കുട്ടികൾ കുഞ്ഞായിരിക്കും, ചെറുതായിരിക്കും. But they are to be grouped together so as to avail equal opportunity for education and treatment. ഇവരെല്ലാവരെയും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ആ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷനും പ്ലസ് ട്രീറ്റ്മെന്റിനുമുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് ആക്കുന്നത്. ത്രൂ ദേ ആർ ഗ്രോത്ത് ഫിസിക്കലി ദർ മെന്റൽ ഏജ് ഇസ് വെരി ലോ. അവർ ഫിസിക്കലി കാണുമ്പോൾ വലിയ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അവരുടെ മെന്റൽ ഏജ് ചെറുതായിരിക്കും. എന്ന് വെച്ചാല് കുഞ്ഞു കുട്ടികളുടെ മനസ്സായിരിക്കും. പെട്ടെന്ന് നമ്മളോട് വന്ന് ഹഗ് ഒക്കെ ചെയ്യും. ഈ മെന്റലി റിട്ടേൻഡ് ആയിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് വന്ന് ഹഗ് ചെയ്യും. നമ്മൾ വിചാരിക്കും വലിയ ആൾക്കാരെ, ചിലപ്പോൾ 20-27 വയസ്സുള്ള കുട്ടിയായിരിക്കും. നമ്മളെ വന്ന് ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ എന്താണ്, പക്ഷെ അവനെ ഹഗ് ചെയ്യുന്ന ആരെയാണ്? അവൻ കാണുന്നത് നമ്മളിൽ അവന്റെ അമ്മനെ പോലെ തന്നെ നമ്മൾ അവനെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവനെ കെയർ ചെയ്യുന്ന അവനെ ലവ് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ്. അപ്പോൾ നമ്മള് മെന്റലി റിട്ടേൻഡ് കുട്ടികളെ കാണുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് മദർ ആയിട്ടാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ അമ്മമാരെ പോലെ തന്നെ അവർ കെയർ ചെയ്യണം, സ്നേഹിക്കണം. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ കെയർ ഒക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ ക്യാരക്ടറിൽ മാറ്റം വരുത്തും. ഇനി മെന്റലി റിട്ടേൻഡ് ചിൽഡ്രൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം. ചില കുട്ടികൾക്കില്ല, നമ്മളിപ്പോ ഫ്രെയിം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ? ഫ്രെയിം അങ്ങനെയുള്ള ഫ്രെയിംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ഉണ്ട് മിസ് എല്ലാവർക്കും. ഫ്രെയിം ചെയ്തിട്ടുണ്ട് മാം, കാണിച്ചാലോ? കാണിക്കട്ടെ. ഈ പോർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ അതില് ഒരു കുട്ടിക്ക് ബട്ടൺസ് പ്രോപ്പർ ആയിട്ട് ഇടാൻ അറിയില്ല എന്ന് വിചാരിക്കും. ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ അറിയില്ല? ബട്ടൺസ് പ്രോപ്പർ ആയിട്ട് ഇടാൻ അറിയില്ല. ചില കുട്ടികൾക്ക് മെന്റലി റീറ്റെയിൻഡ് ആണെങ്കിലും അവരവരുടെ കാര്യങ്ങൾ സ്വയമേ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവർക്ക് നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കേണ്ടത്. മെന്റലി റിട്ടേൺഡ് ചിൽഡ്രൻസിന് അവർക്ക് പ്രോപ്പർ ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും മെന്റൽ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും ഓരോ ലെവലിലായിരിക്കില്ല ഇങ്ങനെ ആക്ടിവിറ്റീസ്. നമുക്ക് സെയിം ആക്ടിവിറ്റി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മെന്റലി റിട്ടേൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ അവരുടെ ഐക്യൂവിനനുസരിച്ച് ഇന്റലിജൻസിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കണം. The mentally retained children should be given suitable and proper physical and mental activity. നമ്മൾ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്യൂട്ടബിളും പ്രോപ്പറും ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. So that they may frequently get an opportunity to be active and vigilant. അങ്ങനെ നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്താലാണ് അവർ കുറച്ചും കൂടി ആക്റ്റീവും വിജിലന്റ് ഒക്കെ ആയിട്ട് ഇരിക്കുക. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിജിലന്റ് ഒക്കെ ആവുന്നത് അപ്പോഴാണ്. കറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കണം. നമ്മൾ മോണ്ടിസോറിൽ ഒരു മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾ ഇനി ടീച്ചിങ് പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു മെറ്റീരിയൽ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ്. നോബിൾഡ് സിലിണ്ടേഴ്സ്. ഈ മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ നോബിൾഡ് സിലിണ്ടേഴ്സ് നല്ലൊരു മെറ്റീരിയൽ ആണ്. നോബിൾഡ് സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് സൈസും ഡിഫറെന്റ് വിഡ്ത്തും ഡിഫറെന്റ് ഹൈറ്റിലും വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ജസ്റ്റ് അതിന് മുകളിൽ നിന്നുള്ള ഒരു ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ അവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ,
സെൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏത് ഈ കാണുന്ന നോബിൾഡ് സിലിണ്ടേഴ്സ്. പറഞ്ഞ നോബിൾഡ് സിലിണ്ടേഴ്സ് ആണ് ഈ ഇമേജിൽ കാണുന്നത്. അപ്പോൾ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ് ഇത് ഈ നോബിൾഡ് സിലിണ്ടേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയല് അത് അതിന്റെ ഹോളിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ പ്ലേസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിറ്റ് ആവുള്ളൂ. സോ നമ്മൾ വേറെ ഏതൊരു പ്ലേസിൽ ഇട്ടാലും വേറെ ഒരെണ്ണം ബാലൻസ് വരും, അത് ഫിറ്റ് ആവാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്യേണ്ടതായിട്ട് വരും, വീണ്ടും വീണ്ടും ചെയ്യും. അതൊരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. നോബിൾഡ് സിലിണ്ടേഴ്സ് മെന്റലി റിട്ടൈൻഡ് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞോന്നുള്ളൂ. നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നത് എങ്ങനെയാണ്. ടീച്ചർ അത് പറഞ്ഞതാണല്ലോ, ഇത് മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ലൊരു ആക്ടിവിറ്റി ആണല്ലോ എന്ന് നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളത്. ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മൾ അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി പറഞ്ഞു. നമ്മൾ ഈ കുട്ടികൾക്ക് ജസ്റ്റ് എഡ്യൂക്കേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്താൽ പോരാ, അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റും കൂടി കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞല്ലോ, അവന് ട്രീറ്റ്മെന്റ് അവിടെ ഫ്രീ ആണ്. ആ പോകുന്ന സ്കൂളില് അവിടെ എന്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ വീക്ക്ലി എന്ത് വരുന്നുണ്ട്, ഡോക്ടേഴ്സ് നേഴ്സ് എല്ലാവരും വരുന്നുണ്ട്. വീക്ക്ലി ട്രീറ്റ്മെന്റും എല്ലാ കാര്യങ്ങളും അസസ് ചെയ്യുന്നു, ഫിസിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു, എല്ലാം അസസ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ക്ലിനിക്കുകൾ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. ആസ് ദീസ് ചിൽഡ്രൻ need not only cognitive support, വിജ്ഞാനപരമായിട്ടുള്ള സപ്പോർട്ട് മാത്രമല്ല, ബട്ട് ഓൾസോ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മൾ ഇവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റും കൂടി കൊടുക്കണം. മെഡിസിൻസിന്റെ കാര്യങ്ങൾ അത് ആ കുട്ടീനെ വന്ന മാറ്റം എന്ന് വെച്ചാൽ ആദ്യം എടുത്തിരുന്ന ഡോസിൽ നിന്ന് വളരെ കുറവാണ് ഇപ്പൊ എടുക്കുന്നത്. ഇപ്പൊ കൺസ്യൂം ചെയ്യുന്ന ഡോസ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ആദ്യം ഒത്തിരി ഡോസേജ് ആണ് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോ അത്രയും ഡോസിന്റെ കാര്യമേ ഇല്ല. അവന് ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ അവന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക് മേ ബി ഓർഗനൈസ്ഡ്. പീരിയോഡിക് ആയിട്ടൊരു എന്താ പറയുക 3 മാസം കൂടുമ്പോൾ അത്യാവശ്യം വലിയൊരു സ്പെഷ്യൽ ക്ലിനിക് കണ്ടക്ട് ചെയ്യാം. അവരുടെ ഈ 3 മാസത്തെ ട്രീറ്റ്മെന്റും എഡ്യൂക്കേഷൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിലായോ? അവരെന്തൊക്കെ പഠിക്കുന്നുണ്ട്, അവരെന്തെല്ലാം കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ അവോയ്ഡ് ചെയ്യുന്നത് അവർക്ക് ഫീലിംഗ്. സാധാരണ നോർമൽ സ്കൂളിലാണെങ്കിൽ അത് അവർക്ക് എന്താണ് ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ, മറ്റു കുട്ടികളെ കളിയാക്കാൻ, ഈ കുട്ടികളെ കളിയാക്കാനും തമാശയൊക്കെ കാണിക്കാൻ വേണ്ടി ഭയങ്കര ഒരു ടെൻഡൻസി ഉണ്ട്. ഞാൻ പഠിച്ച സ്കൂളില് അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, വരുൺ എന്നാണ് പേര്. ആ ചേട്ടൻ ഇതേപോലെ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാളാണ്. എന്നെക്കാളും ഒരു സ്റ്റാൻഡേർഡും മേലെ എന്നുവെച്ചാൽ സീനിയർ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ചേട്ടനെ ഒബ്സർവ് ചെയ്യാറുണ്ട്, എപ്പോഴും ഒബ്സർവ് ചെയ്യും, നോക്കും. കാരണം ആരോടൊന്നും സംസാരിക്കാതെ ഒറ്റയ്ക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചേട്ടന്റെ എന്താ പറയാ കുറെ കുപ്പി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കെട്ടിയിട്ട് ചേട്ടന്റെ ബാക്കില് എന്താ പറയാ പാന്റിന്റെ അവിടെ ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് ഈ ചേട്ടന് കളിയാക്കി ഓടിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല, കാരണം അവരൊക്കെ സീനിയേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ടീച്ചേഴ്സ് വന്ന് പണിഷ്മെന്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് വന്ന് കറക്റ്റ് ആയിട്ട് പണിഷ്മെന്റും കാര്യങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതേപോലത്തെ വേറെ സീനിയേഴ്സ് നല്ല മനസ്സുള്ളവരുണ്ട് കേട്ടോ. അവരെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, ചിപ്സും കാര്യങ്ങളൊക്കെ പുറത്ത് എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ വരുൺ ചേട്ടനും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര വിശപ്പൊക്കെയാ പ്രശ്നം, ഭയങ്കരമായിട്ട് വിശക്കും. അപ്പൊ അതുകൊണ്ട് ചിപ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ എല്ലാവരും ഒരേപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. ചിലവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവരെ കൺസിഡർ ചെയ്യണം. നമ്മളെ പോലെ തന്നെ ആ ഒരു ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് അത് ഒഴിവാക്കാൻ ശ്രമിക്കണം. ആ ഒരു ഫീലിംഗ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക, അല്ലെങ്കിൽ മാറ്റി നിർത്തില്ലേ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. ഞാനൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ കുട്ടീനെ സമൂഹത്തിൽ നിന്ന് അവരുടെ ഫാമിലി ആദ്യം മാറ്റി നിർത്തി. കാരണം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉള്ള ഫാമിലിയിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പറയുന്നത് അവർക്ക് നാണക്കേടായിരുന്നു. പക്ഷെ അത് അവർ മാറ്റി, അവരെ ഇപ്പോ എന്താ പറയാ, അവന്റെ വരും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് ആണ് അവർ സ്കൂളിൽ പോയത്. അതും ഈ ഒരു മോണ്ടിസോറി മെത്തേഡാണെന്ന് അറിഞ്ഞാൽ ഇത് ഭയങ്കര സന്തോഷമുണ്ട്. നോക്കാം. The feeling of being avoided. As they are educated in normal school environment, children have a tendency to fool them and love them. എന്നുവെച്ചാല് നമ്മൾ നോർമൽ സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കളിയാക്കാനും ഫോൾ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും, വലിയ ടെൻഡൻസി ഉണ്ടാവും. The teacher should see to this
and avoid any such attempt because it would psychologically affect them adversely. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം വാൺ ചെയ്ത് വിടണം. കാരണം ഇത് സൈക്കോളജിക്കലി അവരത് അഫക്ട് ചെയ്യും, അഡ്വേഴ്സ്ലി ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. അവർക്ക് പോകാനൊക്കെ ഉള്ള താല്പര്യം കുറവായിരിക്കും, ക്ലാസ്സിലേക്ക് പോകാനൊക്കെ ഉള്ള താല്പര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഓക്കെ ഓക്കെ അല്ലേ? ഇനി വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻസ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ആരെ കുറിച്ചാണ് പറഞ്ഞത്? മെന്റൽ റിട്ടേൺ ചിൽഡ്രൻസ്, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നോർമൽ ചിൽഡ്രൻസിനും വെൽഫെയർ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ചൈൽഡ് വെൽഫെയർ നോർമൽ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യണം. രൂപ മ്യൂട്ട് ആവാട്ടാ. Also, special care is to be given to underperforming and disabled children, and compensatory education program are to be imagined for them. നമ്മൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ട് പഠന വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ട് അല്ലെ? എല്ലാ കുട്ടികളല്ല, ഇപ്പോഴത്തെ കുട്ടികളിൽ കുറെ കുട്ടികൾക്ക് പഠന വൈകല്യങ്ങളുണ്ട്. അതവർക്ക് പാരന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു 4ാം ക്ലാസ്സിലായിട്ടും അവന് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, ഏതൊരു ലാംഗ്വേജും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ അത് പഠന വൈകല്യമാണ് എന്ന് മനസ്സിലാക്കണം. എനിക്ക് ഇതേപോലൊരു കുട്ടീനെ വന്നിട്ടില്ലായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ അവന്റെ പേര് പോലും മലയാളത്തിൽ എഴുതാൻ അറിയില്ല. ആ ഒരു അവസ്ഥയിൽ വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. SSLC എക്സാം ആണ് വരുന്നത്. ഒരു 3 months കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു, SSLC പാസ്സായി. പക്ഷെ അതുപോലെ എല്ലാവരും പഠന വൈകല്യം ഭയങ്കര കൂടുതലാണ്. നമ്മള് ഭയങ്കര പ്രശ്നമായിട്ട് ഒരു അക്ഷരം പേര് എഴുതാൻ അറിയില്ല, മലയാളത്തിൽ പോലും ആ കുട്ടിയുടെ പേര് എഴുതാൻ അറിയില്ല. വീട്ടുകാരെ അത് നോക്കിയില്ല. അതും ഈ എന്താ പറയുക പഠന വൈകല്യത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലായി. അതേപോലെ സ്പെഷ്യലി ഡിസേബിൾഡ് ചിൽഡ്രൻ, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, അവർക്ക് അനുയോജ്യമായ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യണം. നോർമൽ ചിൽഡ്രൻസ് ടു റിക്വയർ സ്പെഷ്യൽ കെയർ ഫോർ ദ ഡെവലപ്മെന്റ്. നോർമൽ കുട്ടികൾക്കും ഈ സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ദിസ് ഈസ് ഫുൾഫിൽഡ് ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു നോർമൽ കെയർ എല്ലാവർക്കും കൊടുക്കുന്നത്? ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെയാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടികളെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണുക. കാരണം ഒരേപോലെ നോളജും ഒരേ IQ ലെവലുള്ള കുട്ടികളായിരിക്കും ഇവരെല്ലാവരും. എല്ലാ കുട്ടികളും ഇൻഡിവിജ്വലി എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കമ്പാരിസൺ ഒന്നും ചെയ്യില്ല. അവർ അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് ആ നോർമൽ ലൈനിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ അതോടെ നമ്മുടെ ചാപ്റ്റർ യൂണിറ്റ് 8 കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങളുടെ ഡൗട്ട് പറ. എന്താണ് ഡൗട്ട്? ചെയ്തിട്ടുണ്ട് മിസ്സേ. 1-2 സാമ്പിളൊക്കെ മിസ് പറഞ്ഞത് 30 നെക്സ്റ്റ് വീക്കിലേക്കാ പറഞ്ഞെങ്കിലും കുറച്ച് ചെയ്തിട്ടുണ്ട്. ആണോ? കാണിച്ച് പ്രസന്റ് ചെയ്തേ. മിസ്സേ ഞാൻ എന്താ ചെയ്തെന്നറിയോ? ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കി. അതായത് ഫ്രെയിം മാത്രം ഇപ്പൊ നമുക്ക് മാറ്റി മാറ്റി ഇടാലോ. ലൈക്ക് 5 ഉണ്ടാക്കണമെങ്കിൽ 5 ഡിഫറെന്റ് ഫ്രെയിം ഉണ്ടാക്കുന്നതിന് പകരം ഊരിയെടുക്കാവുന്ന രീതിയിൽ ഒറ്റ ഫ്രെയിം ഉണ്ടാക്കി. അപ്പൊ എനിക്കത് മാറ്റി മാറ്റി ഇടാലോ. വുഡ് എന്റെ വീട്ടില് ഇങ്ങനെ ഒരു വുഡിന്റെ ഒരു പീസിന് സ്കെയിലിന്റെ വലിപ്പത്തില്. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഹോളാക്കി എടുത്തു. പിന്നെ ഒരു ചെറിയ കമ്പിയൊക്കെ എടുത്ത് 2 സൈഡിലിട്ടു. അപ്പൊ എനിക്കിതിങ്ങനെ ഊരാൻ മിസ്സേജ് ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഊരിയെടുത്ത ഇത് മാറ്റിയിട്ട് വേറെ ഇടാം. അതിന് പകരം ഇത് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ഇടാം. ഈ സൈഡിൽ ഹോൾ ഉണ്ട് മിസ്സേ, 2 സൈഡിലും. ആ അതുപോലെ ഇത് മറ്റേ വെൽക്രോ. നന്നായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതേപോലെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് എല്ലാം ചെയ്തപ്പോ ലേസ് 4 ചെയ്തില്ല മിസ്. ഇന്നലെ ഇരുന്ന് ഈ വുഡില് ഹോളാക്കി ഇത്തിരി പണിയായിരുന്നു. നന്നായിട്ടുണ്ട്. പറഞ്ഞു എടുത്തരാണ്. ഡൗട്ട് ചോദിക്കാനാണ് മിസ്. ഇങ്ങനെ ചെയ്താലും മതിയോന്ന്? ഫ്രെയിം ഇതിപ്പോ ബട്ടൺസ് എന്തായാലും കണക്കിട്ട് ഇങ്ങനെ കിട്ടും. ഇതെന്താണ് സംഭവം? ഇത് ഫോട്ടോ ഫ്രെയിമിന്റെ ആണ്. അപ്പൊ ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുവാണ് ഷർട്ട്. കൊള്ളാല്ലേ? കുഴപ്പമില്ലല്ലേ മിസ്? പിന്നെ ഇത്
മോളുടെ ഇത് ഇങ്ങനെ ലേസ് മോഡല് മതിയോ Okay. മിസ്? മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഫ്രെയിം ചെയ്താൽ മതി. ഓക്കെ മിസ്. അതാ മിസ് ഞാൻ ഈ ബട്ടൺ വെച്ചിട്ടുള്ളത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പിന്നെ തുന്നി പിടിപ്പിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഐഡിയ തോന്നി കുട്ടികളുടെ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് 2 സൈഡ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. ഇത് കാർബോർഡിലാണ് ചെയ്തേക്കുന്നത്. ഓക്കേടാ. ഫ്രെയിം പോലെ കനമുണ്ടോ കാർഡ്ബോർഡിന്? ഓ കനമുണ്ടോ കാർഡ്ബോർഡിന്? കനമുണ്ടോ? കനമുണ്ട് മിസ്. നല്ല ഇങ്ങനത്തെ കാർഡ്ബോർഡാണ് നമ്മുടെ കുട്ടികളുടെ യൂസ് ചെയ്യുന്ന മോഡലത്തെ കാർഡ്ബോർഡാണ്. ഇതൊന്നും ഫിറ്റ് ശരിയാക്കിയിട്ടില്ല. അപ്പൊ മിസ്സിനോട് ഡൗട്ട് ചോദിക്കാനാണ്. ഇങ്ങനെ മതിയോ? അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ കാണിച്ചു കൊടുക്കാൻ പറ്റും മിസ്? ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ സിബ്. കാരണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എനിക്ക് അറിയില്ല നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ എന്നുള്ളത്. നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യാം. ഇങ്ങനെ ഫിറ്റ് ആയിട്ട് ഇരുന്നാ മതി എന്നുള്ളൂ അല്ലേ മിസ്? അപ്പൊ വേറെ ഫ്രെയിം ഇനി വെക്കണോ ബാക്കില്? മതിയില്ലേ? കൊണ്ടുപോകാൻ പറ്റില്ലേ എല്ലാവരും? എടുക്കാൻ പറ്റും മിസ്. വെയിറ്റ് ഇല്ല. മിസ്സേ നമ്മൾ ഈ ബ്ലൗസിന്റെ എല്ലാം ഹുക്കില്ലേ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ മിസ്? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതല്ലടാ ഹുക്ക് പറഞ്ഞത്. നമ്മള് മിഡി ടോപ്പിന്റെ ഒക്കെ മിഡിയുടെ ഒക്കെ ഹുക്ക് ഇല്ലേ, വലിയ ഹുക്ക്. പാന്റിനൊക്കെ ഉണ്ടാവും മിസ്. അതുപോലെ പട്ടുപാവാടയ്ക്ക് അങ്ങനത്തേനൊക്കെ വെക്കും. പാന്റില് കുട്ടികളുടെ യൂണിഫോമിലൊക്കെ ഉണ്ട്. അതന്നെ യൂണിഫോം സ്കേർട്ടിനൊക്കെ ഉണ്ടാവും. സ്കേർട്ടിലൊക്കെ ഉണ്ടാവും. യൂണിഫോം സ്കേർട്ടില്ലേ അതിലുണ്ടാവും. മിസ്സേ ഇതുപോലെ മതിയോ? ഇത് കാർബോർഡിൽ. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കേടാ മതി. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിങ്ങൾ ഫ്രെയിം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ മിസ്. ഞാൻ ചെയ്തതാണ്. സെറ്റ് ആണല്ലോ അത്. സന്ധ്യയുടെ ആണോ? സന്ധ്യ ഹുക്കാണോ ചെയ്തിരിക്കുന്നത്? എന്റേത് ഫസീന. ഫസീനയുടെ നല്ല രസമുണ്ട്. ഒരു മെറ്റീരിയൽ തന്നെ ചെയ്തു. ഫ്രെയിം ആണോ ഇത്? ബോർഡായിട്ട് ഇട്ടിരിക്കണേ? അത് ബോർഡാണ്. ബോർഡായിട്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് മാറ്റി കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഈ 2 സൈഡും. ഇത് ബട്ടൺസ് വെച്ചു. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടന്റെ ആണ്. നന്നായിട്ട് നല്ല സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ അടിക്കും. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ശരണ്യ ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ. ഇത് ഏതാണ്? ഹുക്കാണോ? അല്ല മാം, ഇത് നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ ഡോറില്ലേ അതിന്റെ ചെറിയ പീസുകൾ ഉണ്ടായിരുന്നേ, അപ്പൊ അത് വെച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കിയതാ. ഓക്കെ, അത് കുഴപ്പമില്ല. എന്ത് ഫ്രെയിമാ ചെയ്തതെന്നാ ചോദിച്ചേ? ഹുക്കാണോ? ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു. ഇങ്ങനെ പ്രസ് ബട്ടൺ, പിന്നെ അതുപോലെ തന്നെ ഇത് ഹുക്കിന്റെ. ഇത് ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് മെറ്റീരിയല്. അത് ജസ്റ്റ് ഞാനിങ്ങനെ വെച്ച് ഇങ്ങനെ കാണിച്ചു തരാലോന്ന് വെച്ചിട്ട്. ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തെന്ന് മാത്രം. ഇനി ശരിയാക്കാനുണ്ട് മാം. ഓക്കെ, ചെയ്യണോട്ടോ. അത് കംപ്ലീറ്റ് ചെയ്യാട്ടോ. ഏകദേശം നല്ല ഐഡിയാസ് ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? എന്നേക്കാൾ സൂപ്പർ ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ട്. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ സെർച്ച് ചെയ്തപ്പം ഒരു തുണിയിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കുറെ. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് നമുക്കില്ലേ ഒറ്റ ടൈം നമുക്ക് ഈ മെറ്റീരിയൽസ് എല്ലാവർക്കും കാണിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അതിൽ ചെറുത് ഭയങ്കര പൈസ കുറവില്ലല്ലേ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ബോക്സിൽ വരുന്നത്. അതെ, അതിങ്ങനെ ഒരു തുണിയിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇങ്ങനെ മടക്കി അങ്ങനെ കൊണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചത്. അതിങ്ങനെ ഫ്രെയിം ആകുമ്പോ ഒരു ഫ്രെയിം ചെയ്താൽ മതി അല്ലേ? ഒരു ഫ്രെയിം ചെയ്താൽ മതി. അച്ഛനെ പ്രസന്റ് ചെയ്തോടാം. മിസ് ഞാൻ കാർഡ്ബോർഡിലാ ചെയ്യുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെയ്തിട്ടുണ്ട്. ആണോ? മറ്റേ ഇത് ചെരുപ്പിന്റെ വെൽക്രോ ആണോ? പിന്നെ പ്രസ് ബട്ടൺ. പിന്നെ മറ്റേ ബട്ടൺ അത് ഇത്തിരി വലിയ ഫ്രെയിം. നന്നായിട്ടുണ്ട്. മാം ഇതിങ്ങനെ റൗണ്ട് ഇത് എടുത്താ മതിയോ? അങ്ങനെ സൈഡിൽ കൂടെ? അത് മതിയായിരുന്നു.
ഓക്കെ. മിസ് ആരാണ് ചെയ്തത് ഇത് തടിയുടെ ആണ്. ആണോ? തടി കിട്ടിയോ വീട്ടില്? അവൈലബിൾ ആയിരുന്നോ? അത് കഴിഞ്ഞതിന്റെ ദിവസം ഇതിങ്ങനെ വെച്ചാ മതി ഇതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ. ആണോ? അങ്ങനെ വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റും. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ചെയ്തിട്ടുള്ളോ? ഒരെണ്ണം ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ചിനെ അത് കുറച്ച് ദിവസമായി പോയി. അത് ക്ലിയർ ആക്കിക്കോളാം. ടൈറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടാ. ഭംഗിയില് ഇരുന്നോളും അത്. കുറച്ചുകൂടി ടൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. അപ്പോ നമ്മളങ്ങനെ യൂണിറ്റ് ഏതാണ് പാർട്ട് 1 യൂണിറ്റ് 8 കംപ്ലീറ്റ് ആയി അല്ലെ? നമുക്ക് പറഞ്ഞോളാം രമ്യ. മിസ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുക്കുമ്പോഴേ ഇന്ന് പറഞ്ഞ നോബ്ഡ് സിലിണ്ടർ പോലെ തന്നെ ഒരു ടച്ച് ടാബ്ലറ്റ് പറഞ്ഞിരുന്നു, സാൻഡ് പേപ്പറിന്റെ പോലത്തെ ഫീൽഡ്. ഡിഫറെന്റ് ടൈപ്സ്. അത് ഫൈൻഡ് ഔട്ട് അത് ഉണ്ടാക്കണോ ചോദിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് എന്ത് കിട്ടും? സാൻഡ് പേപ്പേഴ്സ് കിട്ടും. ഡിഫറെന്റ് സൈസിലുള്ള സാൻഡ് പേപ്പേഴ്സ് കിട്ടും. അങ്ങനെ അത് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് സൈസില് സാൻഡ് പേപ്പർ ഇപ്പൊ 1000 അങ്ങനെ നമ്മളിപ്പോ അപ്രോക്സിമേറ്റ് ഒരു കടയിൽ ചെല്ലുകയാണെങ്കിൽ പെയിന്റിന്റെ ഒക്കെ കടയില് അവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്കിത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിങ്ങനെ ചോദിച്ചു നോക്കുക. ഡിഫറെന്റ് സൈസിൽ നമുക്ക് അവൈലബിൾ ആണോ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. സാൻഡ് പേപ്പർ ഒരു 3 ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. സാൻഡ് പേപ്പർ നമ്മള് ലൈക്ക് അതിൽ കൂടുതലുണ്ട്. 3 കൂടുതലുണ്ട്. ആണോ? അനുമോള് കാണിച്ചു തരുന്നതാണോ? അനുമോള് കാണിച്ചു തരുമോ? അത് നോർമൽ സാൻഡ് പേപ്പർ അല്ലേ? സാൻഡ് പേപ്പർ നോർമൽ. എനിക്ക് തോന്നുന്നു 1000 ആണോ സൈസ്? നമ്മൾ ആൽഫബെറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് എടുത്തത് ഇതായിരുന്നു സാൻഡ് പേപ്പർ. പക്ഷെ ഞാൻ ആ സാൻഡ് പേപ്പറിന്റെ ഷോപ്പിൽ മിസ് പറഞ്ഞ പോലെ പെയിന്റിന്റെ ഷോപ്പിൽ ചെന്നപ്പോ അവര് കുറച്ചുകൂടി കട്ടിയുള്ളത്, അത് ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാ, കുറച്ചുകൂടി കട്ടി, അങ്ങനെ തിക്നെസിന്റെ മാറ്റം, പിന്നെ ആ ടെക്സ്ചറിന്റെ ഒരു ഫീല് ഇത്തിരി വ്യത്യാസമായി. അങ്ങനെ ഒരു 3 ടൈപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. 3 ടൈപ്പ് വാങ്ങിക്കായിരുന്നല്ലോ അല്ലെ? എന്നിട്ട് 2 സെറ്റ് ആക്കായിരുന്നു. കട്ട് ചെയ്തതിന് 2 സെറ്റ് ആക്കായിരുന്നു. ഡിഫറൻസ് ഒരയ്ക്കണതില്ലേ മാം? ഇങ്ങനെ കമ്പിയൊക്കെ ഒരയ്ക്കണ നല്ല കട്ടിയുള്ളത് ഇല്ലേ സാൻഡ് പേപ്പർ? കമ്പിയൊക്കെ ഒരയ്ക്കണ സാൻഡ് പേപ്പേഴ്സ് കിട്ടും. നിങ്ങളൊന്ന് സാൻഡ് പേപ്പേഴ്സ് ഒന്ന് കളക്ട് ചെയ്യട്ടോ. ഡിഫറെന്റ് എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അപ്പൊ ആക്ടിവിറ്റി ഇതെന്താന്ന് മനസ്സിലായില്ല എന്ന് പറയൂ. സാൻഡ് പേപ്പർ ആണോ? അത് നമ്മള് ടച്ച് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. സെൻസറി മെറ്റീരിയൽ ആണ് ടച്ച് ടാബ്ലറ്റ്. അപ്പൊ ആ ടച്ച് ടാബ്ലറ്റ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാൻഡ് പേപ്പേഴ്സ്. സാൻഡ് പേപ്പേഴ്സ് ടച്ച് ചെയ്ത് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഐഡിയ പറയട്ടെ. നല്ലൊരു പേപ്പർ അല്ലെങ്കിൽ നല്ലൊരു കാർഡ്ബോർഡ് എടുത്ത് അതിൽ നല്ല രീതിയിൽ പശ ഉണ്ടല്ലോ, പശ അത് പറ്റാം. എന്നിട്ട് അതില് സാൻഡ് ഉണ്ടല്ലോ, സാൻഡ് ഇടാം. നല്ല പൊടിമണല് ബീച്ചിൽ നിന്നൊക്കെ കിട്ടൂല്ലേ, അതിട്ടിട്ട് ഒരു പേപ്പർ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സാൻഡ് ഒരെണ്ണം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ടച്ച് ടാബ്ലറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. 2 ടൈപ്പ് മതിയോ? 2 ടൈപ്പ് മതി. പിന്നെ സാൻഡ് പേപ്പേഴ്സ് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ ടൈം എടുത്ത് കളക്ട് ചെയ്തോട്ടെ. സാൻഡ് പേപ്പേഴ്സ് എല്ലാവർക്കും എല്ലാ ഇതും കിട്ടണമെന്നില്ല. ടൈം എടുത്ത് ചെയ്തോട്ടാ. അവൈലബിൾ ആണോ നോക്കാം. എന്നിട്ട് ടൈം എടുത്ത് കളക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അത് 2 ടൈപ്പിലുള്ള 2 തിക്നെസ്സിലുള്ളത് കളക്ട് ചെയ്താൽ മതി അല്ലേ? 2 തിക്നെസ്സിൽ ഒരു 5 സെറ്റെങ്കിലും ആക്കാൻ പറ്റും. ഡിഫറെന്റ് തിക്നെസ്സിലേക്ക് ഇട്ടോടാ. ഓക്കെ. അപ്പൊ ഒരു എത്ര എണ്ണം കിട്ടും അത്ര എണ്ണം ചെയ്യാം അല്ലേ? മോനെ കിട്ടണ അത്രയും ചെയ്തു. കളക്ട് ചെയ്താൽ മതി. അധികം പർട്ടിക്കുലർ ഷേപ്പ് എന്തെങ്കിലും ആക്കണോ? ലൈക് സ്ക്വയർ ഷേപ്പില് എല്ലാം ഒരേപോലെ? റെക്ടാംഗിൾ ഷേപ്പ് നല്ലതായിരിക്കും. മിസ് ഇത്രയും വലിപ്പമുള്ള കാർഡ്ബോർഡ് ഇങ്ങനത്തെയാണോ യൂസ് ഉദ്ദേശം മിസ്? അല്ലെങ്കിൽ മറ്റേ പാതിയായാലും കുഴപ്പമില്ല. 1/4 അല്ല 1/4 അതിനാ 2 പീസ് ആക്കണം കേട്ടോ. നമ്മള് കുട്ടികൾക്ക്
ഫോൾഡിംഗ് ആണ്. കണ്ണടപ്പിച്ചിട്ട് ഒരേപോലത്തത് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ണടച്ചിട്ട് അവർ കണ്ണടച്ച് ഒരു ടച്ച് ചെയ്ത് നോക്കി പെയർ ആക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സെറ്റിന്റെ തന്നെ 2 എണ്ണം വേണം. മനസ്സിലായോ? ഒരു സെറ്റിന്റെ തന്നെ 2 എണ്ണം വേണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ സാൻഡ് വെച്ചും ചെയ്യാൻ പറ്റും. ഡിസൈൻ പേപ്പറിന്റെ ഒരു ഇത് വരാൻ ഒരു സെറ്റിൽ എത്ര എണ്ണം? മനസ്സിലായില്ല. ഒരു സെറ്റിൽ എത്ര എണ്ണമാണ്? 2 സെറ്റ് വേണമെന്ന് പറഞ്ഞു. 2 എണ്ണം വെച്ചാൽ ഒരേപോലത്തെ 2 എണ്ണം വേണം. എന്നാലല്ലേ മാച്ച് ചെയ്യാൻ പറ്റുക. നമ്മള് കുട്ടികൾക്ക് ഇത് അറേഞ്ച് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കും. അവർ ടച്ച് ചെയ്ത് അത് ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യും. അതൊരു ആക്ടിവിറ്റി ആണ്. നിങ്ങൾ പിന്നീട് പ്രാക്ടിക്കൽ സെഷനിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ അല്ലേ? എന്താടാ? മനസ്സിലായില്ല. സാൻഡ് പേപ്പർ കാർഡ്ബോർഡിൽ ഒട്ടിക്കണോ? വേണ്ട വേണ്ട വേണ്ട. സാൻഡ് പേപ്പർ അത്യാവശ്യം നല്ല കനം ഉണ്ടാവും. ഇല്ലേ? അത്യാവശ്യം കനം ഇല്ല ഇല്ലേ? മിസ്, ഈ നോർമൽ ആയിട്ട് കിട്ടുന്നത് വലിയ കനൊന്നുമില്ല. ലൈക്ക് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാ. നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു ബേസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയില് ലൈക്ക് എല്ലാത്തിനും ബേസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫ്ലാഷ് കാർഡ്സ് പോലെ ഫ്ലാഷ് കാർഡ്സ് ഇല്ലേ മിസ്? ഫ്ലാഷ് കാർഡ് പോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാൻഡ് പേപ്പർ കാർഡ്ബോർഡിൽ പേസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനത്തെ ആക്ടിവിറ്റി ആയിട്ട് തരുന്നില്ല, നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതാണ്. കാരണം എല്ലാവർക്കും ഒറ്റയടിക്ക് സാൻഡ് പേപ്പർ കളക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്യണം. താങ്ക് യു മിസ്. ഓക്കെ മിസ്, പല കളറുകളാണോ? പല കളറുകൾ റെഡ് ഗോൾഡൻ ഒക്കെയാണ് ഉദ്ദേശിച്ചത്. പല കളറുകൾ. അതിന്റെ ഒരു മോഡൽ ഒന്ന് കാണിച്ചു തരുമോ? ഉണ്ടെങ്കിൽ കാണിച്ചു തരുമോ? ഇപ്പൊ ഈ പറഞ്ഞ ആക്ടിവിറ്റിയുടെ അന്ന് ക്ലാസ്സിൽ കാണിച്ചില്ലായിരുന്നോ മാം? അതൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരുമോ? ഇത് നല്ല കട്ടിയുള്ളതാണ് മാം. നല്ല ടച്ച് ടാബ്ലറ്റ് ആണ് ചോദിക്കുന്നത്. അതെല്ലാ ഷോപ്പിലും കിട്ടും. പെയിന്റ് കടയിലൊക്കെ അത് അവൈലബിൾ ആണ്. ഈ കളറ് ഇപ്പൊ എല്ലാ കളറും ഉണ്ട് കടകളില്. അതെ, ബ്ലാക്കും റെഡിലുണ്ട്, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. മോനെ കണ്ടാണോ ഡിഫറൻസ്? കണ്ടാ മനസ്സിലാവില്ല. അതാണ് കാണുമ്പോ ഒരുപോലെ. ചോദിച്ച ആളാരാണ്? ഞാനാണ് മിസ്, ഞാൻ ഐശ്വര്യ. ഐശ്വര്യ നോക്കിയടാ, ഞാൻ അതൊന്നും കൂടി സൂം ചെയ്തെടുത്ത് കാണിച്ചു തരാട്ടോ. ഇപ്പൊ നോക്കി കളറിൽ തന്നെ ചെറിയ വ്യത്യാസത്തിൽ മനസ്സിലാവാൻ പറ്റുന്നുണ്ടോ മോനെ? സാൻഡ് പേപ്പർ എനിക്ക് അതവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. ഞാൻ അന്ന് ആൽഫബേറ്റ്സ് ചോദിക്കാൻ വേണ്ടി പോയപ്പോ എനിക്ക് കിട്ടിയില്ലായിരുന്നു സാൻഡ് പേപ്പർ. ഇല്ല, അവിടെ ഐശ്വര്യക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവുമല്ലോ. പറഞ്ഞാൽ മതി ഇന്ന മെറ്റീരിയൽ കിട്ടിയില്ല, കുഴപ്പമില്ല കേട്ടോ. ചെയ്താലും മതി കേട്ടോ. ഓക്കെ അല്ലേ? എന്താണ്? എല്ലാം ഒരേ ഷേപ്പ് ഒരേ ഇതിലാണ് ഉണ്ടാക്കുക? ഓരോ ഷേപ്പ് ഓരോ സൈസ്. ചെയ്യേണ്ടത് ഓരോ ഷേപ്പിലും എല്ലാ സാൻഡ് പേപ്പറും കൊണ്ടാണോ ചെയ്യേണ്ടത്? ഡിഫറെന്റ് ടെക്സ്ചർ ഉള്ള സാൻഡ് പേപ്പേഴ്സ്. ഓക്കെ. ഡിഫറെന്റ് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഡിഫറെന്റ് കളറായ കുഴപ്പമുണ്ടോ മാം? നോ പ്രോബ്ലം. പക്ഷെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പിള്ളേർക്ക്. ആ റെഡ് നോക്കിയിട്ട് റെഡ് മാച്ച് ചെയ്താൽ മതിയാവൂല. അതെ. അപ്പൊ അതുകൊണ്ട് ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാൻഡ് പേപ്പേഴ്സ് നോക്കിയിട്ട് ചെയ്യാം. ഒരു ആക്ടിവിറ്റി പോലെ ഇന്ന ദിവസം സബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അത് അവൈലബിൾ ആകുന്ന പോലെ കളക്ട് ചെയ്ത് വെക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ സാൻഡ് പേപ്പർ കിട്ടിയില്ലെങ്കിൽ സാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ടച്ച് ടാബ്ലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മണലൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. മിസ് പറഞ്ഞ ടൈപ്പിൽ രണ്ടെണ്ണം ചെയ്യാൻ പറ്റും. ഞങ്ങക്ക് ഇവിടെ എടുത്താ മിസ്, കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് മണലെടുത്താലും ആരും അറിയൂല മിസ്. അവിടെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ബീച്ചിൽ പോയാലേ മണല് കിട്ടുള്ളൂ മിസ്. ബീച്ചിൽ പോവാറില്ല ആരും മിസ്. ഞങ്ങൾക്കൊക്കെ മുറ്റത്ത് തന്നെ മണലുണ്ട്. ഭാഗ്യാണ്. ഇത് എവിടെയാണ് സ്ഥലം? മിസ് ഇവിടെ ഫുള്ള് ടൈൽസ് ആണ്.
പിന്നെ മണ്ണ് വേറൊരു മോഡലാ മിസ്, ബീച്ച് അങ്ങനെയല്ല മോഡൽ. മിസ്സേ, ആ മണ്ണലും എടുത്ത് ഒരു സെറ്റ് ആക്കിക്കോ. മണൽ ഉണക്കിയിട്ട് അതുപോലെ ടെക്സ്ചർ ആക്കാം. ബീച്ചിൽ പോവാ, ചെറിയ അടുത്ത് തന്നെയാണെന്ന് അറിയാം. പോയി മണൽ വരാം, സോറി കുറച്ച് മണൽ എടുത്തോണ്ട് വരാം. അത് എന്ത് ചെയ്യാം, മിസ് അതുപോലെ നിങ്ങൾ വീട് പണിക്ക് ഉപയോഗിക്കുന്ന ഒരു മറ്റതില്ലേ, അത് ഒരു ബ്ലാക്ക് കളറിൽ, അതായത് മണലിന് പകരം ഇപ്പൊ യൂസ് ചെയ്യുന്ന സാധനമില്ലേ, ശരിക്കുള്ള ഒറിജിനൽ മണലിന് പകരം ഒരു ബ്ലാക്ക് പാറപ്പൊടി. കോറിപ്പൊടിയാണോ? അതന്നെ അതന്നെ. പാറപ്പൊടി എന്നൊക്കെ പറയില്ലേ? മെറ്റൽ പൊടി, ഞങ്ങളുടെ നാട്ടിൽ മെറ്റൽ പൊടി. അതും ശരിക്കും മണലിന്റെ ആ എഫക്ട് തന്നെ മിസ്. പക്ഷെ ടെക്സ്ചറിന് ചെറിയൊരു ഡിഫറൻസ് വരും എന്തായാലും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം 2-3 ടൈപ്പ് കിട്ടും. പിന്നെ സാൻഡ് പേപ്പറും കൂടി ആഡ് ചെയ്ത് ഒരു 5 ടൈപ്പ് ഉണ്ടാക്കാം. അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാം. ഓക്കെ, മാക്സിമം എത്ര ചെയ്യണം ടീച്ചറെ? 5 എണ്ണം ഉണ്ടാകും. നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഓക്കെ, അത് ആക്ടിവിറ്റി കമ്പൽസറി ചെയ്യണമെന്ന് പറയില്ല. ഐശ്വര്യനോട് പറയാനേ പറ്റില്ല, കാരണം നമുക്ക് എൽപിയില് വേറെയും കുട്ടികളുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള കുട്ടികൾ വേറെയും കുട്ടികളുണ്ട്. അവർക്കൊക്കെ മെറ്റീരിയൽസ് ഒക്കെ ചെയ്യാൻ പറ്റാറില്ല. ഞാൻ സാൻഡ് പേപ്പറിന്റെ ആക്ടിവിറ്റി പറയുമ്പോൾ കിട്ടാറില്ല മെറ്റീരിയൽസ് ഒക്കെ അവിടെ. അപ്പോ അതുകൊണ്ട് ആ കുട്ടി മാത്രം എക്സ്ക്യൂസ്, ബാക്കി എല്ലാവരും ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടോ. നമ്മൾ ഇന്ന മെറ്റീരിയലാണ് ഇത്, നമ്മൾ ഈ ടെക്സ്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ടച്ച് ചെയ്തത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അത് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോ നമ്മുടെ പാർട്ട് 1 എല്ലാവരും കംപ്ലീറ്റ് ആണോ, എല്ലാ ചാപ്റ്റേഴ്സും? അല്ല മിസ്സേ, ഏതൊരു ബാലൻസ് ഡയറ്റ്, ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ് ഡയറ്റ്. ഓക്കെ, അതില് നമ്മള് ബാച്ചില് ആരൊക്കെ ഉള്ളത്? ഞാൻ, ആതിര മിസ്, അശ്വതി മിസ്. അശ്വതിയാണോ? ബുധനാഴ്ചത്തെ ദിവസത്തെ 2 അശ്വതി മിസ്സുമാരുണ്ട്, ഒരു അപർണ മിസ്, ജിഷ മിസ്. ഫുഡ് ബാലൻസ്, ന്യൂട്രീഷൻ അത് അപർണ മിസ് എടുക്കും പറഞ്ഞു. ഏതോ ഒരു ചാപ്റ്റർ മിസ് അപർണ മിസ് എടുക്കുന്ന പറഞ്ഞേ. ഏതായിരുന്നു? അത് തേർഡ് ചാപ്റ്റർ ആരും എടുത്തില്ലെങ്കിലല്ലേ? ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ? അല്ലല്ല, ആരും എടുത്തിട്ടില്ലെങ്കിൽ മിസ് എടുക്കാന്ന് പറഞ്ഞ തേർഡ് ചാപ്റ്റർ. ഞാനല്ലേ? വേറൊരു മിസ്സും പറഞ്ഞിരുന്നു. അല്ല, അശ്വതി മിസ് പറഞ്ഞത് അശ്വതി മാം പറഞ്ഞത് അപർണ മാം എടുക്കുന്നാണ്. എല്ലാരും പറയുമ്പോ മിസ്സിന് കൺഫ്യൂഷൻ ആവും. അതല്ലേ മിസ്? അശ്വതി മിസ് എത്ര ചാപ്റ്റർ എടുത്തു ഇപ്പൊ? അശ്വതി മിസ് ഹെൽത്ത് കെയർ ഗ്രോത്ത് എടുത്തു, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തു. അശ്വതി മിസ്സോ? ഇല്ല, അത് ആതിര മാം എടുത്തത്. ആതിര മിസ് ആണ് അത്. കൺഫ്യൂഷൻ ആവുന്ന. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എടുത്ത പോർഷൻ ഒന്ന് റീഡ് ചെയ്തേ. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്റർ. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഓക്കെ കേട്ടോ, അപ്പോ ഞാൻ എടുക്കാം ആ ചാപ്റ്റർ കേട്ടോ. മിസ്റ്റർ പാർട്ട് ഇതിലേക്ക് പോയി, പാർട്ട് 2ലേക്ക് പോയി, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ എടുക്കുന്നത്.
സോ വീണ്ടും നമ്മൾ പാർട്ട് 1ലേക്ക് വിളിക്കുന്നത്. ഞാൻ പാർട്ട് 1ൽ തന്നെയാണല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഓക്കെ. ഫുഡ് അത് ന്യൂട്രീഷൻ ഇന്നലെ പറഞ്ഞിരുന്നു മാം. അശ്വതി മിസ് ഇന്നലെ പറഞ്ഞിരുന്നു, അപർണ മിസ് എടുക്കും മിക്കതും, ഇല്ലെങ്കിൽ മിസ് എടുത്തോളാന്ന് പറഞ്ഞിരുന്നു. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്. നമുക്ക് ഒരു കുട്ടിക്കിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡിൽ വരുന്നതാണ് ഫുഡ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മള് നീഡ്സ് പഠിക്കും. നിങ്ങൾ 8th യൂണിറ്റ് പാർട്ട് 2ലെ 8th യൂണിറ്റില് നീഡ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പൊ അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇത് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫുഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമുക്ക് നോക്കാം എന്താണ് ഫുഡ്. വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹെൽത്തി ഫുഡ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. അവരുടെ ഡെവലപ്മെന്റിനും ഒക്കെ എന്ത് വേണം? ഫുഡ് കൊടുക്കണം. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആക്കിയിട്ട് മിനിമം ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണ്? അവര് വളർന്നുകൊണ്ടിരിക്കണം, ഗ്രോ ചെയ്യണം, അവർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ല എനർജി വേണം. അപ്പൊ കുറച്ച് ഫുഡ് കൊടുക്കണം. അമിതമാവാൻ പാടില്ല, ഒരുപാട് ആവാനും പാടില്ല. ചെറിയ ചെറിയ ഫ്രീക്വന്റ് ആയിട്ടുള്ള മീൽസ് ആണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ചെറിയ ചെറിയ മീൽസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ചെറിയ മീൽസ് ആയിരിക്കും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഒരു 5-6 പ്രാവശ്യമായിട്ട് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്മോൾ അവരുടെ കുഞ്ഞു വയറല്ലേ, കുഞ്ഞു വയറിന് കുറച്ച് ഭക്ഷണം കൊടുത്താൽ മതി. അതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, അല്ലെ? ന്യൂട്രീഷൻ റിക്വയർമെന്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അവർ കുറച്ചേ കഴിക്കുള്ളൂ. സോ നമ്മൾ ആ കൊടുക്കുന്ന ഫുഡ് ന്യൂട്രീഷ്യസ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ദ ഗ്രോയിങ് ചിൽഡ്രൻ റിക്വയർഡ് ഹെൽത്തി ഫുഡ് ഫോർ ദർ പ്രോപ്പർ ഡെവലപ്മെന്റ്. വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽത്തി ഫുഡ്സ് നമ്മൾ കൊടുക്കണം. Preschool children need to get lot of nutrients and energy from their food as they are growing and developing speedy as well as they have small stomach. അപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് എന്താണ്? ലോട്ട് ഓഫ് ന്യൂട്രിയൻസും കാര്യങ്ങളും വേണം, എനർജിയും ഒക്കെ വേണം. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അവർക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കണം. പ്രോപ്പർ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും നമ്മൾ നല്ല ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യണം. ദ ഫുഡ് they eat should be provide energy and nutrients in compact form. compact ഫോമിലാണ് എനർജിയും ഫുഡും അവർ നമ്മൾ ഫുഡിലൂടെ അവർക്ക് കിട്ടുന്നത്. In the lack of requirement measures of nutrient, the child face incapability to cope with the situation which is age demand. അവരുടെ ഏജിനനുസരിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ കൊടുത്തില്ലെങ്കിൽ അവൻ ആ ആക്ടിവിറ്റീസ് എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ അവന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഫിസിക്കൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും ആണ് മെയിൻ ആയിട്ട് ഈ കുട്ടികൾ ഫുഡ് പ്രോപ്പർ ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ പാരന്റ്സിനും ആണ്. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുള്ളൂ. നല്ല എനർജി വേണ്ടേ? കുഞ്ഞു കുട്ടികളാണെങ്കിലും നന്നായിട്ട് ഫുഡ് കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കണ്ടേ? നമ്മൾ എപ്പോഴും പറയില്ലേ, കുട്ടികൾ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന്. എന്തുകൊണ്ടാ? അവർക്ക് ആ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ അറിയില്ല. വേറെ കാര്യം ഫുഡ് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുക്കാം. അതും എന്താ പറയാ, ആവശ്യമുള്ള ഫുഡ്, ഹെൽത്തി ഫുഡ് നമ്മൾ കൊടുക്കാം. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. They should be give food which is wealthy in carbohydrate. മെയിൻ ആയിട്ട് എന്തൊക്കെ വേണം? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ആണ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം? കുട്ടികൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം. True food is highly required for normal functioning of ഹ്യൂമൻ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ഫങ്ഷനിങ്ങിന് എന്ത് ആവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. ആൻഡ് presentation of its health, the input of excessive quality of food will do more harm than good. എന്നുവെച്ചാൽ ഒരുപാട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതിനേക്കാളും ദോഷമാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എക്സസീവ് ഫുഡ് കഴിക്കുന്നതും പ്രശ്നമാണ്. നമ്മൾ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫുഡ് പ്രൊവൈഡ് ചെയ്യണം. കറക്റ്റ് ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫുഡ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഒത്തിരി എന്താവാൻ പാടില്ല, മോർ ആവാനും പാടില്ല, ഒത്തിരി ലെസ് ആവാനും പാടില്ല. എല്ലാം ഒരു കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. Therefore, every human being has to regulate the input of the food. നമ്മുടെ ഫുഡിന്റെ ഇൻപുട്ട് നല്ല ഒന്ന് റെഗുലേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാനാണെങ്കിലേ
ഫുഡ് കഴിക്കുന്നു വിചാരിക്കും, ഞങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണേ. നമുക്ക് നോണൊക്കെ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കും, ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഡെയിലി ഒരു ദിവസം കഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ ആ ഒരു മീല് മാത്രമേ എടുക്കുള്ളൂ, ആ ഒരു ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഞാൻ വല്ല സാലഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. നോർമലി സാലഡ് ആയിരിക്കും കഴിക്കുന്നത്. ആ ഒരു ഹെവി മീൽ എടുത്തിട്ടുണ്ട്, സോ എനിക്കറിയാം ആ ഒരു ഫുഡ് കൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള എനർജി കിട്ടിയിട്ടുണ്ട്, പിന്നെ ഞാൻ സാലഡേ കഴിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് നല്ലതല്ല. എന്ന് വെച്ചാൽ ചോറ് കഴിക്കുന്നത്, ഒരുപാട് ചോറ് കഴിക്കുന്നത് നല്ലതല്ല. ഒരു നേരം പണ്ടത്തെ ആൾക്കാരില്ലേ, നമ്മുടെയൊക്കെ പൂർവികര് നല്ല രീതിയിൽ പാടത്തും പറമ്പിലൊക്കെ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിരുന്ന ആൾക്കാരാ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായി ചെയ്തിരുന്ന ആൾക്കാരാ. അവര് ഒരു പാത്രം നിറച്ചും ചോറൊക്കെ കഴിക്കുന്നത് കറക്റ്റ് ആണ്, കാരണം അവർക്ക് എനർജി വേണം, എനർജി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. ഇന്ന് കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരും എന്താണ്, സർവീസ് സെക്ടർ ജോബാണ് ചെയ്യുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ലാത്ത ടൈപ്പ് ജോബാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കൺട്രോൾ വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഷുഗർ പോലുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും. അപ്പൊ ഈ ചോറ് നമ്മൾ ഒരുപാട് കഴിക്കുന്നതും ദോഷകരമാണ്. അപ്പൊ ഒരു നേരം നമുക്ക് എന്ത് കഴിക്കാം, റൈസ് കഴിക്കാം. മറ്റു 2 നേരം നമുക്ക് മറ്റെന്തെങ്കിലും കഴിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, സാധാരണ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൽ അരി ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലി ദോശയൊക്കെ വരുമ്പോഴാണ് അരി വരുന്നത്, അത് കുറച്ച് എമൗണ്ട് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് കഴിക്കുന്നു, ഒരു നേരം റൈസ് കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് സാലഡ് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നൈറ്റ് ഞാൻ ചോറ് കഴിക്കും, എനിക്ക് നിർബന്ധമാണ് നൈറ്റ് ഫുഡ് ചോറ് വേണം. ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം, ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് ചോറ് കഴിക്കുന്ന ഒരാളായിരുന്നു, ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് മിസ്, ചോറ് കഴിച്ചില്ലെങ്കിൽ ശരിയാ. എനിക്കൊരു ദിവസം ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമാവും. അപ്പൊ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, ഉച്ചയ്ക്ക് സാലഡും കഴിച്ചു, നൈറ്റും ചപ്പാത്തി കഴിക്കേണ്ട വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ ഞാനൊന്നും ചോറ് കഴിച്ചില്ലല്ലോ എന്ന് ആലോചിക്കും, ഞാൻ വിഷമിക്കും. പക്ഷെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് എന്ത് ചെയ്യും, റൈസ് കഴിക്കും. നൈറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയും, പക്ഷെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. രാത്രി ഉറങ്ങുമ്പോൾ ചോറ് കഴിച്ച് കിടക്കണം, കുറച്ചായാലും മതി അത് കഴിക്കണം. എന്ന് വെച്ചാല് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് പിന്നീട് നമ്മളത് ഈ ഒരു ഡയറ്റ് വെള്ള കളറുള്ള ഭക്ഷണങ്ങള് കഴിക്കുന്നത് ഒഴിവാക്കണം, കുറച്ച് കഴിക്കണം എന്ന് പറയണ കേൾക്കണ്ടല്ലോ, വെള്ള കളറുള്ളത്. കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ടാണ്. ഞങ്ങൾ കഴിക്കുന്ന ചോറ് എന്ന് പറയുന്നത് വെച്ചാല് എന്താണ്, റോസരി, നിങ്ങൾ എന്താ പറയാ, കുത്തരി. വെള്ള കളറുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് ചോറ്, ഇഡ്ഡലി, ദോശ, ഇതിനൊക്കെ വൈറ്റ് അല്ലേ മിസ്? വെള്ളേരി, അരിപ്പൊടി അങ്ങനെയുള്ള അങ്ങനെ ഒത്തിരി പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു നേരം നമുക്ക് അത് ഒഴിവാക്കാം, ഒരു നേരം കഴിക്കുക, ബാക്കി ഒഴിവാക്കാന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, ഷുഗർ ഒന്നും ഇല്ലല്ലോ എല്ലാവർക്കും. ആർക്കും ഇല്ലല്ലോ ഷുഗർ ഒന്നും? ചെക്ക് ചെയ്യണം മിസ്, കുറച്ചായി ചെക്ക് ചെയ്തിട്ട്. നോർമൽ ആയിരുന്നു മുമ്പ്? ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്നു മിസ്. എനിക്കുണ്ടായിരുന്നു ഡെലിവറി ടൈമില്. അതെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ കുറവായിരുന്നു, 90-ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, പക്ഷെ കൂടിയിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ചെക്ക് ചെയ്യണം മിസ്, ചെക്ക് ചെയ്തിട്ട് വേണം. എപ്പൊ ടെസ്റ്റ് ചെയ്താലും ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല, പ്രഗ്നൻസി സമയത്ത് നല്ല ഷുഗർ ഉണ്ടായിരുന്നു, പക്ഷെ എപ്പൊ ചെക്ക് ചെയ്താലും 80-88 ആ റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. ഷുഗർ വലുതായിട്ടില്ല. നമ്മൾ നോക്കണം കേട്ടോ. ഞാനിപ്പോ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത്, എനിക്ക് തൈറോയ്ഡ് ഉണ്ട്. തൈറോയ്ഡ് എന്ന് പറയുന്ന അസുഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓവർ വെയിറ്റ് ഗെയിൻ പറ്റൂല. ഓവർ വെയിറ്റ് ഗെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഓവർ വെയിറ്റ് ഗെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരെ വരുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ അണക്കില്, കിതപ്പ്, ക്ലാസ് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അല്ല, സോൾട്ട് ഒഴിവാക്കിയാൽ മതി. ഇപ്പൊ നമ്മളുടെ ഫുഡിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാം. കാരണം ഇപ്പൊ 30s പോലും അസുഖങ്ങൾ വരാം. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഷുഗർ ഉണ്ടെന്ന് കേട്ടിരുന്നത് 50 വയസ്സ് 55 വയസ്സിലാവുമ്പോഴാണ് അച്ഛന്മാര് വെളിച്ചന്മാരൊക്കെ പറഞ്ഞു കേട്ടുള്ളത്. പക്ഷെ നമ്മൾ മോളെ നഴ്സറിയില് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പേ, ഹെൽത്ത് ആൾക്കാർ വന്നിട്ട്. അപ്പൊ അവര് പറഞ്ഞതാണ് വെള്ള കളറുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക, ചോന്ന കളറുള്ള കുത്തരി ചോറ്, പിന്നെ രാഗി അങ്ങനത്തെ ഉള്ള പൊടി കൊണ്ടൊക്കെ കൂടുതൽ കഴിക്കുക. പിന്നെ അരിപ്പൊടി, നല്ലതാണ് മിസ്.
റാഗി ആരോഗ്യത്തിന് നല്ലതാ, ഷുഗർ ഇല്ല അതിന് റാഗിക്ക്. ഞാൻ അമ്മയ്ക്ക് പറയാറുണ്ട് അമ്മയോട്. ഉണ്ട് തൈറോയിഡ്, ചെറുതിന് 8 വയസ്സ്, അവൾക്കുണ്ട് ഇപ്പൊ തൈറോയിഡ്. ചെക്ക് ചെയ്തപ്പോ നല്ല കൂടുതലാ. എനിക്ക് കൂടുതലല്ല, എനിക്ക് കുറവാണ്. തൈറോയ്ഡ് കുറവാണ്. മോൾക്ക് കൂടുതലാ, എന്നിട്ട് മെഡിസിൻ എടുക്കണ്ട് ഇപ്പൊ. തൈറോയ്ഡ് കുറവാണ്. അപ്പൊ റാഗി നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്റെ ഹസ്ബൻഡിന് 33 years ആയിട്ടുള്ളൂ. ബട്ട് ഹീസ് ടൈപ്പ് 2 ഡയബറ്റിക് ആണ്. ജീവിതശൈലി രോഗങ്ങളായിട്ട് വന്ന ഡയബറ്റിക് ആണ്. വെച്ചാല് ജയശ്രീ കണ്ടില്ലേ, ആള് നല്ല കുഴപ്പത്തൊക്കെയാണ്, പക്ഷെ ഡയബറ്റിക് ആണ്. വെച്ചാല് നമ്മള് ടൈപ്പ് 2 ആണ്. വെച്ചാൽ ഫുഡ് കഴിച്ച് സ്വയമേ വരുത്തിയിരിക്കുന്ന ഷുഗർ ആണത്. അപ്പോ ഞാൻ ചെയ്യുന്നത് ഫുഡിൽ കൺട്രോൾ ചെയ്തു. മെഡിസിൻ ഇപ്പൊ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് നാളായിട്ട് 2-3 months ആയിട്ട് മെഡിസിൻസ് ഇപ്പൊ എടുക്കുന്നുണ്ട്. അപ്പോ ഞാൻ എങ്ങനെയുള്ള കൺട്രോളിംഗ് ആണ്? അതായത് ചപ്പാത്തി ഒക്കെയാണോ കൂടുതലും? എന്താ റാഗി, അതേപോലെ ചപ്പാത്തി എന്ന് പറയുന്നില്ലേ, നമ്മളിപ്പോ റൈസ് കഴിക്കാൻ ഒരു അത്യാവശ്യം നല്ല റൈസ് കഴിക്കുമ്പോൾ 4 ചപ്പാത്തി കഴിക്കുന്നത് സെയിം എഫക്റ്റ് ആണ്. മനസ്സിലായോ? സെയിം എഫക്റ്റ് ആണ്. ഇപ്പൊ ഒരു പാത്രം ചോറ് കഴിക്കുന്നത് 4 ചപ്പാത്തി കഴിക്കുന്നത് സെയിം എഫക്റ്റ് ആണ്. അപ്പൊ എണ്ണം കുറയ്ക്കും. എന്നുവെച്ചാൽ 2 ചപ്പാത്തി അല്ലെങ്കിൽ 1.5 ചപ്പാത്തി, പിന്നെ സാലഡ്, പിന്നെ വെജിറ്റബിൾസിന് എന്തെങ്കിലും കറി ഉണ്ടാവും. മിക്കപ്പോഴും ഞാൻ നമ്മളെന്താ പറയാ, അവൽ അങ്ങനെ ഒരു കറി ഉണ്ടല്ലോ, അതാണ് കൊടുക്കാറ്. അപ്പൊ അത് ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും കുറുമ പോലത്തെ സംഭവം കൊടുക്കും. അപ്പൊ അത്യാവശ്യം ഈ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ തന്നെ വയറുണ്ടാവും, നിറയും. അങ്ങനത്തെ രീതിയിൽ ഈ ഷുഗർ പേഷ്യൻസിന് വിശപ്പും കൺട്രോൾ ചെയ്യാൻ പാടാണ്. അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രോപ്പർ ഡയറ്റിലൂടെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, നോർമലായിട്ട് പോകുന്നു. ചിലരുണ്ടല്ലോ മാം, തടി കുറയ്ക്കണെന്ന് പറഞ്ഞിട്ടേ ചോറ് ഒഴിവാക്കിയിട്ട് ഒരു 6 ചപ്പാത്തി കഴിക്കും. അത് തടി കുറയൂല കേട്ടോ, അത് തടി കുറയില്ല. പിന്നെ ഇല്ല മിസ്, നമ്മള് ചോറ് പെട്ടെന്ന് നിർത്തിയ ഹെൽത്ത് ഇഷ്യൂസ് വരും മിസ്. കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, കിഴങ്ങ് വർഗ്ഗങ്ങൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ നല്ലതാന്ന് പറയുന്നുണ്ട് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ. അതെ, അത് ഷുഗർ അധികം വരുന്നില്ല. എന്താണ് അതില് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പം സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നുണ്ടല്ലോ, പ്രശ്നമില്ല. അത് ഏത് ഫുഡിനാണ് രമ്യ? സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങ്. പിന്നെന്താ ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെന്താ, അയ്യോ, ഈ റൈസിന്റെ കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡിലേക്ക് തന്നെ പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് the quantity of the food eaten is to be calculated in calories. നമ്മൾ കഴിക്കുന്ന ഫുഡ് കലോറിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ജിമ്മിലൊക്കെ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയും, ഇത്ര കലോറീസ് ആണ് ഞാൻ കഴിച്ചത്. അപ്പൊ നമ്മൾ ഫുഡിന്റെ ക്വാണ്ടിറ്റി എന്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കലോറീസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ കലോറിയുടെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്, ഫുഡിന്റെ ക്വാണ്ടിറ്റി വരുന്നത്. The process by which food is used by the human body വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോ. നമ്മുടെ ഫുഡ് ഹ്യൂമൻ ബോഡി യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെറ്റബോളിസം. പറഞ്ഞേ, മെറ്റബോളിസം എന്ന് വെച്ചാൽ നമ്മള് ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇത്രയും പറയാനുള്ള ജസ്റ്റ് ഫുഡിന്റെ ചാപ്റ്റർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ നന്നായിട്ട് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫ്രെയിം ചെയ്യാനുള്ളവരൊക്കെ ഫ്രെയിം ചെയ്ത് പ്രസന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് നോക്കാം. 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് ആണ് ഉള്ളത്. എനർജി സപ്ലൈസ്, എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. അങ്ങനെ 3 ടൈപ്പ് ഫുഡ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മിസ്.
I thank our teacher. Thank you for today's class. In today's class, we have completed the Unit 8 and started a new chapter, Food, Nutrition and Balanced Diet. And thank you everyone for your participation and positive energy in today's class. And looking forward to the next section. Sign out by Animaldi. Thank you, Miss. Thank you, Animal. Thank you all. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.